ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പതുക്കെ ശാന്തത തിരിച്ചുവന്നു. എന്നാൽ ആ ശാന്തിക്കടിയിൽ നിശബ്ദമായൊരു ദുഃഖം മറഞ്ഞിരുന്നു. ആ നിമിഷം വന്നിരിക്കുന്നുവെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. തന്റെ ജോലി ഇവിടെ പൂർത്തിയായി, ദ്വാരകയിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. കൃഷ്ണൻ ഓരോരുത്തരോടും വ്യക്തിപരമായി വിട പറഞ്ഞു. സഹോദരിയായ സുഭദ്രയോട്, ദ്രൗപദിയോട്, വയോധികനായ അന്ധരാജാവായ ധൃതരാഷ്ട്രനോട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗന്ധാരിയോട്, പിന്നെ പാണ്ഡവരോടും. അദ്ദേഹത്തെ വിടാൻ അവർ ഒരുപോലും മനസ്സില്ലാതെയായിരുന്നു. ഏറെ ദുഃഖത്തോടെ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ യാത്രയ്ക്ക് അനുവദിച്ചു. അതിനുശേഷം കൃഷ്ണൻ കുന്തിദേവിയുടെ അറയിലേക്ക് ചെന്നു. അദ്ദേഹം ദേവിയുടെ കാൽക്കൽ വണങ്ങി മൃദുവായി പറഞ്ഞു, അമ്മേ, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ദ്വാരകയിലേക്ക് മടങ്ങുകയാണ്. കുന്തിദേവി ദുഃഖം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി. ഇന്നും നീ എന്റെ സഹോദരന്റെ മകനായ കൃഷ്ണന്റെ വേഷം തന്നെ തുടരുന്നു. ഞാനൊരു അജ്ഞയായ സ്ത്രീയാണ് കൃഷ്ണ. വേദങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല, ബ്രഹ്മവിദ്യ എന്നെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ ഒരു സത്യം എനിക്കറിയാം, നീ ഈശ്വരനാണ്, ദേവദേവൻ. അവർ ഭക്തിപൂർവം കൈകൾ കൂപ്പി. കാലത്തിനു മുമ്പേ ഉണ്ടായിരുന്ന സത്യമാണ് നീ. സൃഷ്ടിയുടെ കാരണവും പ്രകൃതിയെ ചലിപ്പിക്കുന്ന ശക്തിയും നീയാണ്. ഈ സകല ജീവജാലങ്ങളിലും നീ വ്യാപിച്ചിരിക്കുന്നു. മായ നിന്നെ സാധാരണ കണ്ണുകളിൽ നിന്ന് മറയ്ക്കുന്നു. രൂപങ്ങളും നാമങ്ങളും മാത്രം കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നീ ഇന്ദ്രിയങ്ങളാണ്, പക്ഷേ നീ അവയ്ക്ക് അതീതനാണ്. എന്നാൽ നീ പരമസത്യമാണ് എന്നത് എനിക്ക് ഉറപ്പാണ്.